പ്രാണപ്രതിഷ്ഠ നടന്നതിന് പിന്നാലെ അയോധ്യയിലെ രാമക്ഷേത്രം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ലോകസഭാ മണ്ഡലത്തിൽ തോറ്റതോടെ വലിയ നാണക്കേടിലേക്ക് വീണ BJP നിലവിൽ കാര്യമായ രാമക്ഷേത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ഇതിനു പുറമെ വലിയ മഴയിൽ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോരുന്നു എന്ന വാർത്തയും BJPയെ വെട്ടിലാക്കിയതാണ്. പാർലമെന്റിൽ അടക്കം പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിൽ നിന്നും BJP മന്ത്രിമാർക്ക് ഓടി ഒളിക്കേണ്ടി വന്നിരിക്കുകയാണ്. രാമക്ഷേത്ര നിർമ്മിതിയിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ അടക്കം വലിയ ചർച്ചയായ വിഷയമാണ്. ഇന്ത്യയിലെ മതേതരത്വത്തിന് രാമക്ഷേത്ര നിർമ്മാണം ഭീഷണിയാകുമെന്ന് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ക്ഷേത്ര നിർമ്മാണ വേളയിൽ ആശങ്ക അറിയിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സംസ്ഥാനമായ അയോധ്യയിലാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളും ആശങ്ക അറിയിച്ചത്. അതേസമയം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമുണ്ടായില്ല എന്നതാണ് വാസ്തവം. ശാന്തമായ അന്തരീക്ഷത്തിൽ തന്നെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയും നാളിതുവരെ ഒരു രീതിയിലുമുള്ള വർഗീയ സംഘർഷങ്ങളും ക്ഷേത്രത്തിന്റെ പേരിൽ രാജ്യത്ത് ഉണ്ടായിട്ടുമില്ല. എന്നാൽ അമേരിക്ക എപ്പോഴും രാമക്ഷേത്ര വിഷയത്തെ മത അടിസ്ഥാനമായിട്ടാണ് കാണുന്നത്. അതിനുള്ള തെളിവുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിന്റെ ശില്പി അരുൺ യോഗിരാജനും കുടുംബത്തിനും അമേരിക്ക വിസ നിഷേധിച്ചിരിക്കുകയാണ്. വെർജീനിയയിലെ റിച്ച്മൗണ്ടിൽ നടക്കുന്ന വേൾഡ് കന്നഡ കോൺഫറൻസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് അരുൺ യോഗിരാജും കുടുംബവും വിസയ്ക്ക് അപേക്ഷിക്കുന്നത്. ഈ അപേക്ഷയാണ് നിഷേധിച്ചതും. എന്നാൽ വിസ നിഷേധിക്കാൻ എന്താണ് കാരണമെന്ന് US എംബസി വ്യക്തമാക്കിയിട്ടില്ല. പ്രൊഫൈലിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രാമക്ഷേത്രവുമായി വിവാദത്തിന്റെ പുറത്താണ് വിസ നിഷേധിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൈസൂരുവിൽ നിന്നുമുള്ള ശില്പിയാണ് അരുൺ യോഗിരാജ്. ശില്പനിർമ്മാണ പാരമ്പര്യമുള്ള കുടുംബമാണ് അരുണിന്റേത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും അരുൺ പങ്കെടുത്തിരുന്നു. മൈസൂർ സർവകലാശാലയിൽ നിന്നും MBA ബിരുദം നേടിയ അരുൺ 6 മാസക്കാലത്തോളം ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ശില്പകലയോടുള്ള തന്റെ താല്പര്യവും തിരിച്ചറിഞ്ഞ അരുൺ സ്വകാര്യ കമ്പനിയിൽ ജോലി ഉപേക്ഷിച്ചായിരുന്നു ഒരു പ്രൊഫഷനായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയത്. കേദാർനാഥിൽ സ്ഥാപിച്ചിരിക്കുന്ന 12 അടി ഉയരമുള്ള ആദിശങ്കരാചാര്യ ശില്പം അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്തതാണ്. കൂടാതെ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ശില്പവും അരുണാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈസൂരിലെ ചന്ദനക്കോട്ട് സ്ഥാപിച്ചിരിക്കുന്ന 21 അടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ, BR അംബേദ്കറിന്റെ 15 അടി ഉയരമുള്ള ശില്പം, സ്വാമി രാമകൃഷ്ണ പരമഹംസയുടെ ശില്പം തുടങ്ങിയവയെല്ലാം അരുണിന്റെ പ്രധാന കലാസൃഷ്ടികളാണ്. പലതവണ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ശില്പി കൂടിയായ അരുണിനെ വിസ നിഷേധിച്ചത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പുറത്താണെന്നാണ് വാസ്തവം.